ഇടത് നിരീക്ഷകൻ ശ്രീ റെജി ലൂക്കോസ് നമുക്കൊപ്പം ചേരുന്നു. പ്രതിഷേധിക്കുക എന്നുള്ളത് ജനാധിപത്യപരമായ കാര്യം. അത് പ്രത്യേകിച്ച് ഇടതുപക്ഷത്തെ പറഞ്ഞ് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. പ്രതിഷേധം ഇപ്പോഴും തുടരുന്ന വിദ്യാർത്ഥി സംഘടനകളുടെ പാർട്ടി എന്തുകൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധത്തെ ഈ രീതിയിൽ നേരിടുന്നു സർക്കാരിന്റെ പോലീസ്? പ്രതിഷേധത്തെ ആരും നിഷേധിക്കത്തില്ല. ജനാധിപത്യത്തിലെ ഏറ്റവും വലിയ അവകാശങ്ങളിലൊന്നാണ് സമരങ്ങളും പ്രതിഷേധങ്ങളും. അതിനൊരു തർക്കമില്ല. പക്ഷെ യൂത്ത് കോൺഗ്രസ് അവരുടെ കാട്ടിക്കൂട്ടുന്ന എന്താണ്? യൂത്ത് കോൺഗ്രസ് കണ്ണൂരിലാണ് ഇത് തുടക്കം കുറിച്ചത്. കണ്ണൂരിൽ മുഖ്യമന്ത്രി സഞ്ചരിക്കുന്ന വാഹനത്തിന്റെ ബസിന്റെ മുമ്പിലേക്ക് ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ ചാടുകയാണ്. അന്ന് അവിടുത്തെ നാട്ടുകാരുടെ സംയോജിതമായിട്ടുള്ള നടപടികൾ കൊണ്ട് മാത്രമാണ് അയാൾ പരിക്കാതൊക്കെ രക്ഷപ്പെട്ടത്. അയാളുടെ ലക്ഷ്യം എന്തായിരുന്നു? വളരെ വ്യക്തമായിരുന്നു. അത് മുഖ്യമന്ത്രിയെ തന്നെ ആക്രമിക്കുക എന്നുള്ള ലക്ഷ്യത്തോടാണെന്നുള്ള ഒരു അന്ന് സംശയം പ്രകടിപ്പിച്ചിരുന്നു. പിന്നീട് അങ്ങോട്ട് പല സ്ഥലങ്ങളിലും ഒരു കരിങ്കൊടി പ്രകടനം നയിച്ച് എറണാകുളം ജില്ലയിലെ 3-4 സ്ഥലങ്ങളിൽ ആരും ഒരു രീതിയിലുള്ള അവരെ ചെറുക്കാനോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ചെയ്തില്ല. കാരണം സമാധാനപരമായിട്ട് തന്നെ അവരെ ചെയ്തു. എന്നാൽ ഇതിനുശേഷം പാലപ്പുഴയിൽ വന്നപ്പോൾ ഇപ്പൊ കോട്ടയം ജില്ലയിൽ ഒന്ന് രണ്ട് സ്ഥലത്ത് മാത്രമേ ഉള്ളൂ. കോട്ടയം ജില്ലയിൽ കാര്യമായ പ്രതിഷേധങ്ങളൊന്നും ഇല്ലായിരുന്നു. കോട്ടയം ജില്ലയിലെ ആ ശബരിമല വിഷയം ഇതുമായിട്ട് കണക്ട് ചെയ്ത് മുതലെടുപ്പ് നടത്താനുള്ള ശ്രമം പാളിപ്പോയി. എന്നാൽ ഇപ്പൊ ആലപ്പുഴ ജന്മാശുപത്രിയുടെ സമീപം ഈ പറയുന്ന യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കൾ അല്ലെങ്കിൽ അതിന്റെ സമരക്കാരെന്ന് അവകാശപ്പെടുന്ന കുറെ ആളുകൾ മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് മുമ്പിലേക്ക് ചാടി വീണ് കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യേണ്ടത്? അവരെ രക്ഷിക്കപ്പെടുന്നത്, അവരെ സംരക്ഷിക്കുക എന്നുള്ള പോലീസിന്റെ കടമയാണ്. അതുപോലെ തന്നെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള 21 മന്ത്രിമാർ സഞ്ചരിക്കുന്ന ഒരു വാഹനത്തിന്റെ സുരക്ഷ നോക്കേണ്ട കടമ തീർച്ചയായിട്ടും സുരക്ഷാ ഉദ്യോഗസ്ഥർക്കുണ്ട്. അത് വളരെ വ്യക്തമായ കാര്യമാണ്. പക്ഷേ ശ്രീ റെജി ലൂക്കോസ്, ഞാൻ ഇപ്പോഴത്തെ ഒരു ദൃശ്യങ്ങളിൽ നിന്ന് വാഹനത്തിന് മുന്നിൽ ചാടുന്നില്ല, മുദ്രാവാക്യം വിളിക്കുന്നു മാത്രമേ ഉള്ളൂ. തല്ലി നിലം പരിശാക്കുകയാണ്. ഈ രീതിയിലൊക്കെ പോലീസ് സംരക്ഷിക്കാൻ തുടങ്ങിയാൽ എന്ത് ചെയ്യും? അല്ല, തല്ലി നിലംപരിശാക്കുക എന്നുള്ളത് തന്നെ നിങ്ങൾ ആരും ഇതിൽ വിമർശിക്കേണ്ട ആവശ്യമില്ല. അവരുടെ ലക്ഷ്യങ്ങൾ മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് മുമ്പിലേക്ക് കയറി മുഖ്യമന്ത്രിയെയും മന്ത്രിമാരുടെ സുരക്ഷയെ ഭീഷണിപ്പെടുത്തുന്നവരെ തലോടെയും മാത്രം അല്ലെങ്കിൽ സഹതാപത്തോടുകൂടി തന്നെ കാണുക എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല. കേരളത്തിൽ മുഴുവനും മർദ്ദനങ്ങൾ അഴിച്ചു വിട്ടിട്ടില്ല. ഞാനതാണ് ഉദാഹരണങ്ങൾ സഹിതോടെ പറഞ്ഞത്. യൂത്ത് കോൺഗ്രസിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ആദ്യം തന്നെ വളരെ വ്യക്തമായിരുന്നു. വളരെ പ്രശസ്തനായ ഒരു മാധ്യമപ്രവർത്തകൻ തന്റെ ഫേസ്ബുക്കിൽ പേജിൽ എഴുതിയത് അവർണയം വായിച്ചു കാണുമല്ലോ. കേരളത്തിൽ നവകേരള സദസ്സ് തകർക്കാൻ വേണ്ടിയിട്ട്, അത് നിർത്തിവെപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ചാവരണ സൃഷ്ടിക്കാൻ പോലും കോൺഗ്രസിനുള്ളിൽ രഹസ്യ അജണ്ട ഉണ്ടെന്നുള്ളത് മാധ്യമപ്രവർത്തകൻ തന്റെ ഫേസ്ബുക്കിലൂടെ വെളിപ്പെടുത്തിയ കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും കേരളത്തിൽ ഇതുവരെ ഈ നവകേരള സദസ്സിന്റെ അഭൂതപൂർവമായിട്ടുള്ള കണ്ണം ചിപ്പിക്കുന്ന ജനസഞ്ചയങ്ങളുടെ സാന്നിധ്യം കോൺഗ്രസിനെ വിളറൊഴിപ്പിച്ചിട്ടുണ്ട്. പല സ്ഥലങ്ങളിൽ അവർ ശ്രമിച്ചു നോക്കിയിട്ട് നടന്നില്ല. ജനങ്ങൾ തന്നെ സംരക്ഷക വലയം തീർത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിൽ നിന്ന് ഭീതിഹീനമായ രീതിയിൽ തിരുവനന്തപുരത്ത് എത്തുന്നതിന് മുമ്പായിട്ട് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടുവാനുള്ള ഈ കുൽസിത ശ്രമത്തിനെതിരെ കേരളത്തിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് ഞാൻ തിരികെ വരാം. ഒറ്റ മിനിറ്റ് ശ്രീ റെജി ലൂക്കോസ്. ശ്രീ എ ഷുക്കൂർ,